ഉത്തർപ്രദേശിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 2 ഭീകരർ അറസ്റ്റിൽ. കൃഷ്ണ മിശ്ര, ദനിയൽ അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. പാക് ചാര സംഘടനയായ ISIക്കായി പ്രവർത്തിച്ചവരാണ് ഇരുവരും. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് എങ്ങനെയാണ് അധികൃതർ അറിയുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഗോകുൽ അമൃത, വലിയൊരു ഭീകരാക്രമണ പദ്ധതിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ATS തകർത്തിരിക്കുന്നത്. 2 ഭീകരരെ അറസ്റ്റ് ചെയ്തതായും ഇപ്പോൾ ഉത്തർപ്രദേശ് ATS വ്യക്തമാക്കുന്നു. കൃഷ്ണ മിശ്ര അതുപോലെ തന്നെ ദനിയൽ അഷ്റഫ് എന്നീ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഉത്തർപ്രദേശ് ATS ഇവർക്ക് പുറകിലുണ്ട്. കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഈ 2 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പാക് ചാരസംഘടനയായ ISIക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന് ഇപ്പോൾ ഉത്തർപ്രദേശ് ATS വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ തന്നെ പാക് ഭീകരരായ ഷഹസാദ് ബാട്ടി അതുപോലെ തന്നെ ആബിദ് എന്നിവരുമായി ഇവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. പ്രധാനമായും ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങളിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിലടക്കം കേന്ദ്രീകരിച്ച് ഭീകരാക്രമണം നടത്താനായിരുന്നു ഈ സംഘം പദ്ധതിയിട്ടിരുന്നത്. ഇവരിലൂടെ കൂടുതൽ യുവാക്കളെ ഭീകര സംഘങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ഈ ISI ശ്രമിച്ചുവെന്നും ഇപ്പോൾ ഉത്തർപ്രദേശ് ATS വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഇവർക്കൊപ്പം കൂടുതൽ പേർ ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുകൂടി ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ATSും പരിശോധിച്ചു വരികയാണ്. കൂടാതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് ATS വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോകുൽ അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.